ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞങ്ങൾ നേരെ മൈസൂർ സൂവിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. മൈസൂർ പാലസ് കണ്ടു കഴിഞ്ഞ് നേരെ സൂവിലേക്ക് വന്നു. ഏകദേശം ഒരു 700 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ മൈസൂർ പാലസിൽ നിന്ന് മൈസൂർ സൂവിലേക്ക്. നല്ല പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. റോഡ് ട്രാഫിക് ഒഴിവാക്കാനായിട്ട് അവർ സബ്വേ ആണ് കേട്ടോ എൻട്രൻസ് ആയിട്ട്. നമ്മൾ സബ്വേയിൽ കൂടെ പോവുകയാണ് എൻട്രൻസിലേക്ക്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഈ എൻട്രൻസിൻ്റെ ഏരിയ തന്നെ കാണുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സൂവിന്. പിന്നെ അതുപോലെ വളരെ നീറ്റാണ്. സൂവിൻ്റെ ആദ്യം നമ്മൾ കാണുന്നത് ബേർഡ്സാണ് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നടന്ന് തന്നെ സൂ മുഴുവൻ കാണണം. ഏകദേശം ഒരു 3-4 മണിക്കൂറടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും നടക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബഗ്ഗി ബുക്ക് ചെയ്യാം. 7 പേർക്ക് 2400 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഈ സൂവിൽ വൈറ്റ് പീക്കോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ വൈറ്റ് പീക്കോക്ക് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആളെന്തോ ചൂടൊക്കെ ആയിട്ട് റെസ്റ്റിലാണ്, ഒരു മൂഡില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഗ്രീൻ പീക്കോക്ക് അല്ല കേട്ടോ, മുകളിലുള്ള ഗ്രീൻ ഷീറ്റിൻ്റെ ലൈറ്റ് അടിച്ചതാണ്. പിന്നെ ഓരോ ബേർഡിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിലും ഒരു ഡിസ്ക്രിപ്ഷൻ ബോർഡ് ഉണ്ട് കേട്ടോ. ആ ബേർഡിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, കോമൺ നെയിം, അതിൻ്റെ ഡയറ്റ്, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, സോഷ്യൽ ബിഹേവിയർ, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആ ബേർഡ്സിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ആനിമൽസ് ഏത് സ്പീഷീസാണോ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ബേർഡ് സെക്ഷൻ കഴിഞ്ഞ് അടുത്ത ആനിമൽ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം തന്നെ ടൈഗറാട്ടോ, ബംഗാൾ ടൈഗറാണ്. ഇനി ഫുൾ അനിമൽസാണ് കേട്ടോ.
ഞങ്ങൾ സൂവിലെത്തുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിരുന്നു കേട്ടോ. ഏകദേശം നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. മൃഗങ്ങളാണെങ്കിലും അവരും ടയേർഡാണ്. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അവരും ഓരോ സൈഡ് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സൂവിൽ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഏർലി മോർണിംഗ് തന്നെയാണ് കേട്ടോ. തുറക്കുന്ന സമയം 8:30 ആണ് രാവിലെ. ആ ടൈമാണ് ബെസ്റ്റ് ടൈം തോന്നുന്നു. എല്ലാവരും കുറച്ച് ഉഷാറായിരിക്കും രാവിലെ ആയതുകൊണ്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, സൂ അത്രയ്ക്ക് നീറ്റാണ് കേട്ടോ. ഒരു സ്മെല്ല്, ഇത്രയും ആനിമൽസ് ഉണ്ടായിട്ട് പോലും ഒരു സ്മെല്ല്, അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ സൂവിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, ഓരോ കിലോമീറ്ററിലും നമുക്ക് വെള്ളം കുടിക്കാനായിക്കോട്ടെ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, അതെ ഫീഡിങ് റൂം ആയിക്കോട്ടെ, ഇഷ്ടം പോലെ സൈഡിൽ ചെയേഴ്സ്, അങ്ങനെ നമുക്ക് ഇത്ര ദൂരം നടക്കാൻ ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യില്ല. അത്രയും സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങളാണ് ഈ സൂവിലുള്ളത്. അതുപോലെ ചെടികൾ, മരങ്ങൾ, നല്ല ഗ്രീനറി കേട്ടോ. ഇത്ര ദൂരം, ഇത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ നടന്നിട്ട് പോലും അവസാനമായപ്പോഴത്തേക്ക് പോലും നമുക്ക് അത്രയും ടയേർഡ്നെസ് ഫീൽ ചെയ്തില്ല. അത്രയും സൗകര്യങ്ങൾ അവർ സൂവിൽ ചെയ്തിട്ടുണ്ട്. ഈ സൂ 157 ഏക്കറിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈസൂരിലെ 23ാം രാജാവായിരുന്ന ചാമരാജ വാഡിയാറിൻ്റെ സ്വകാര്യ മൃഗശാലയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ മൃഗശാലയ്ക്ക് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നൂടെ പേരുണ്ട് കേട്ടോ. സൂ ട്യൂസ്ഡേ ഹോളിഡേ ആണ്, ആരും മറക്കരുത്. ഈ സൂ ഒന്ന് ഓടി നടന്ന് കാണുന്നതിൽ തന്നെ മിനിമം 3 മണിക്കൂർ എടുക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം അതിൽ കാണാനുണ്ടെന്ന്. അത്ര വെറൈറ്റീസാണ്, എല്ലാ സ്പീഷ്യസിൻ്റെയും അത്രയും വെറൈറ്റീസ് അവർ ഈ സൂവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, അവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. ഇഷ്ടംപോലെ സമയമുള്ളവർക്ക് ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അവസാനം ജിറാഫിനെയും കണ്ടിട്ടാണ് ഞങ്ങൾ മൈസൂർ സൂവിൽ നിന്ന് ഇറങ്ങിയത്. പറയാതിരിക്കാൻ പറ്റില്ല, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് മൈസൂരിൽ, ആരും മിസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.